ഹലോ, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കുട്ടൻ ബിരിയാണിയാണ്. ഒരു 1.5 കിലോ കുട്ടൻ്റെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളി, കാഷ്യു, മുന്തിരി ഇത് മൂന്നും വറുത്ത് കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ ഉള്ളി എല്ലാം അരിഞ്ഞ റെഡിയാക്കി ഇടുന്നുണ്ട്. ഈ ബാക്കിയുള്ള പണിയിലൊക്കെ തുടങ്ങാം. അപ്പൊ നമുക്ക് ഇനി ചെമ്പടപ്പത്ത് വയ്ക്കാം. ഈ ബാച്ച് ഞാൻ തീ കത്തിച്ചു. നമ്മുടെ അടുപ്പൊക്കെ അടിപൊളിയാണ്. നമ്മുടെ മോലാളി എന്ന അടുപ്പാണ്. അങ്ങനെ തീ കത്തിച്ചു. ചൂടാവട്ടെ, ചട്ടി ചൂടായിട്ട് ചെമ്പത്ത് ചൂടാവട്ടെ. എവിടെ എടുക്കുന്നത് കനവരയുടെ ഓയിലാണ്. നല്ല ഓയിലാണ്. ഇതിന് വില കൂടുതല. നല്ല ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളി ഇടാം. നമുക്ക് കുറച്ച് ഉപ്പിടാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉള്ളി ഇത് കിട്ടും. ഉപ്പിട്ടു കേട്ടോ. പക്ഷെ നമ്മള് ഇറച്ചി ഉപ്പിട്ട് വേവിച്ചിരിക്കുന്ന, അപ്പൊ അതിന്റെ കണക്കാക്കി നമ്മൾ ഇടണം ഉപ്പ്. നമുക്കേ ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് അവിയും. നമുക്കിതൊന്നേ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം. 5 പച്ചമുളകായിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഇനി നമുക്കേ ഞാൻ തക്കാളി നേരത്തെ കാണിക്കാൻ മറന്നു വരുന്നു. തക്കാളി 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുതിനയും മല്ലിച്ചപ്പും ഇടാം. കുറച്ച് ഇട്ടോ മതി, ബാക്കി അതിലിടാറില്ല. ഇത് ഓരോ പിടുത്തിട്ടുണ്ട്. പുതിനയും മല്ലിച്ചപ്പും ഇട്ടുണ്ട്.
ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്നേ ഏകദേശം തക്കാളിക്കൊന്നേ അവിഞ്ഞുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി 1 2 ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ആട്ടോ ഞാൻ ഇടുന്നുള്ളൂ. മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടി ആട്ടോ, കാശ്മീരി അല്ല. ഇത് മതി, നല്ല എരിവായിന്. ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതി, ചെറിയ സ്പൂണാണ്. അപ്പൊ അതെ അത് വിട്ടിട്ട് നമ്മൾ ശരിക്കും ഇളക്കുവാണ്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഞാനൊരു 3 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിന്റെ കൈമ റൈസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റാ, നല്ല അരിയത്, ഇതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം ഇതിലോട്ട്. നമുക്ക് തൈരിടാം കുറച്ച്. ഒരു 2 സ്പൂണ് തൈരിട്ടുണ്ട്. നമുക്ക് ചെമ്പടപ്പത്ത് വയ്ക്കാം, അരി വയ്ക്കാം. ചെമ്പടപ്പത്ത് വെച്ചു. ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇനി ഇതിലോട്ട് സ്വല്പം ഉള്ളി ഇടാം നമുക്ക്. ഇനി ഒരു 4-5 ഏലക്ക ഇട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട്. കുറച്ച് പട്ട, ഒരു 5-6 ഗ്രാമ്പു ഇട്ടുണ്ട്. തക്കോലം ഇട്ടുണ്ട്, തക്കോലം. ബേ ലീവ്സ് 2 എണ്ണം അതും ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 3 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിക്കണം. അഞ്ചര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഒരു 2 സ്പൂൺ ഉപ്പിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ട് നമുക്ക് ഈ അരി ഇടാം. അപ്പൊ അരി ഇട്ടു. ഇവന് ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. നമുക്കിത് നോക്കാം, ആയിട്ടില്ല. ഒരു 60-70% വേവായ നമുക്ക് ഓഫ് ചെയ്ത് കേട്ടോ. അപ്പോഴത്തും വെള്ളം ശരിക്കും പറ്റും.
ഇനി നമ്മക്ക് ഇതൊന്ന് ദമ്മിടാം. അതിനായിട്ട് ഞാനേ ഇതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പാത്രമുണ്ട്, ഫ്രൈ പാന. ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എടുത്ത് ഇവിടെ വയ്ക്കാം. ബീഫ് ഏകദേശം ഇത്രയാട്ടോ ഇത് പാടുള്ളൂ. വെള്ളം നമുക്കിനി ഇത് ഒരിടാം. ഇനി നമുക്ക് ഇത് ക്യാരറ്റും ഇതൊക്കെ ഇടാം അങ്ങോട്ട്. ആദ്യം ക്യാരറ്റ് ഇട്ടു. അത് ഉള്ളി ഇട്ടു. ക്യാഷ്യൂ ഇട്ടു. അതിൻ്റെ മീത നമുക്ക് കുറച്ച് മല്ലിച്ചപ്പയും പുതിനയും തൂടാം. ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. ഇനി ഒരു കൂട്ടം കൂടി നമ്മൾ ഇടാറുണ്ട്. കുറച്ച് ഗരം മസാല. ഇനി നമുക്ക് ഈ ഫോയിൽ വെച്ച് തന്നെ കവർ ചെയ്യാം. ആദ്യം ഇത് വെച്ചൊന്ന് മൂടാം. ഇനി നമുക്ക് ഇതിന്റെ മീതെ കുറച്ച് വെയിറ്റ് കയറ്റി വയ്ക്കാം. അതെ, അപ്പൊ ഇടക്കോടെ ലീക്ക് വരാതെ അവിടെ പ്രസ്സായിട്ട് ഇരുന്നോളൂ. ആണോ? റെഡി. അങ്ങനെ നമ്മള് ബിരിയാണിയുടെ ദം പൊട്ടിക്കാൻ പോവാണ്. എടുക്കണോ? ഓക്കെ, ആ മതി. ഇനി പപ്പടം